ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മദ്രാസിലായിരുന്നു. തമിഴും മലയാളവും തെലുങ്കും കന്നഡയും എല്ലാ സിനിമകളുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ മദ്രാസിലായിരുന്നു. അപ്പോൾ ഒന്ന് ഒരുവിധം സിനിമാക്കാരെല്ലാവരും മദ്രാസിൽ പോവുക, ചാൻസ് തേടുക, പിന്നെ അവിടെ സെറ്റിൽ ആവുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു 10-50 വർഷങ്ങൾക്കൊക്കെ മുമ്പ് സത്യൻ അന്തിക്കാട് അദ്ദേഹം മദ്രാസിലെത്തിയ കാലത്തുണ്ടായ അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങൾ അതിനെക്കുറിച്ചാണ്. തൃശ്ശൂർ അന്തിക്കാട് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഗ്രാമം ഇന്ന് കുറച്ച് വലുതായി. അന്നൊക്കെ ഒരു ചെറിയൊരു ഗ്രാമമാണ് പണ്ട് 60കളും 70കളൊക്കെ. അവിടുന്ന് സിനിമാ മോഹമായിട്ട് സത്യൻ അന്തിക്കാട് മദ്രാസിലെത്തുന്നു. ഡോക്ടർ ബാലകൃഷ്ണൻ, അദ്ദേഹം ഡോക്ടറുമാണ്, അദ്ദേഹം സംവിധായകനുമാണ്, എഴുത്തുകാരനൊക്കെയാണ്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് സത്യൻ അന്തിക്കാട് പോകുന്നത്. അപ്പൊ അന്ന് എഗ്മൂർ റോഡിലുള്ള ഡോക്ടർ ബാലകൃഷ്ണന്റെ ഒരു ഓഫീസ്, അതിൻ്റെ അടുത്തൊരു പാലസ് ലോഡ്ജ്. ആ ഒരു പാലസ് ലോഡ്ജിലായിരുന്നു അന്ന് സത്യൻ അന്തിക്കാടിന് താമസം. അന്ന് ആ ഒരു ലോഡ്ജിൽ ഒരു മുറിക്ക് വാടക 150 രൂപയാണ്. അന്ന് അതൊരു വലിയൊരു തുക തന്നെയാണ്. അപ്പോൾ ഈ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പലപ്പോഴും ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരങ്ങൾ അദ്ദേഹം സത്യൻ അന്തിക്കാട് റൂമിലെത്തും. മിക്കവാറും വൈകിയൊക്കെയാണ് എത്താറുള്ളത്. അപ്പോൾ ഈ 150 രൂപ എന്ന് പറയുന്നത് ഒരു വലിയൊരു തുകയാണ്. കാരണം അതിന്റെ പ്രധാന കാരണം അവിടെ ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ലോഡ്ജ് താമസം മാത്രമേ ഉള്ളൂ. ഭക്ഷണവും കാര്യങ്ങളൊക്കെ പുറത്തു പോകണം. അപ്പൊ അദ്ദേഹം മിക്ക സമയത്തും ഡോക്ടർ ബാലകൃഷ്ണന്റെ വീട്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ സത്യൻ അന്തിക്കാട് കൂടാതെ വേറെയും കുറെ അസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ പലപ്പോഴും ഈ മീറ്റിങ്ങും കാര്യങ്ങളും ഡിസ്കഷനും ഒക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ക്ലിനിക് ഉണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ. അപ്പൊ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇവരെല്ലാവരും അസിസ്റ്റൻസിനൊക്കെ വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞാണ് പിന്നീടാണ് സത്യൻ അന്തിക്കാട് വളരെ ലേറ്റ് ആയിട്ട് റൂമിലെത്താറുള്ളത്. അങ്ങനെ ഒരു ദിവസം ഈ എമൗണ്ട് കുറച്ച് കൂടുതലാണ്. ഈ 150 രൂപ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന ഡോക്ടർ ബാലകൃഷ്ണൻ കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വേണം വാടക കൊടുക്കാനായിട്ട്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ലോഡ്ജിൽ വന്നപ്പോൾ ആ ലോഡ്ജിന്റെ മാനേജർ പറഞ്ഞു, നിങ്ങൾക്ക് റൂമിൽ ഒരാളെ കൂടി തരട്ടെ, അപ്പൊ നിങ്ങൾക്ക് വാടക ഷെയർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഒരു വലിയൊരു ആ സമയത്ത് അതൊരു വലിയൊരു ആശ്വാസം കൂടിയാണ്. അപ്പൊ അദ്ദേഹം ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ആ റൂമിൽ പുതിയൊരു റൂംമേറ്റ് വന്നു. സെൽവരാജ് എന്ന് പറയുന്ന ഒരു തഞ്ചാവൂരുകാരനാണ്. അപ്പൊ ഈ സെൽവരാജ് അവിടെ അടുത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു സെയിൽസ്മാനായിട്ട് ജോലിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മലയാളം അറിയില്ല, സത്യൻ അന്തിക്കാടിന് തമിഴും അറിയില്ല. അപ്പൊ രണ്ടുപേരും ആംഗ്യ ഭാഷയിലാണ്. അപ്പൊ മിക്കവാറും റൂമിൽ ഭയങ്കര സൈലൻസ് ആയിരിക്കും. പിന്നെ ആംഗ്യ ഭാഷയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ സത്യൻ അന്തിക്കാട് അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയുടെ ഒരു ഭാഗമാണ്. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആംഗ്യ ഭാഷ കൊണ്ടുള്ള കുറെ ഗുണങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഷ അറിയാതെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഈ സെൽവരാജ് മിക്ക ദിവസവും രാവിലെ നേരത്തെ എഴുന്നേക്കും. അദ്ദേഹം പലപ്പോഴും നേരത്തെ എഴുതും. അത് സത്യൻ അന്തിക്കാട് വളരെ ലേറ്റ് ആയിട്ട് വരുമ്പോഴേക്കും സെൽവരാജ് ഉറങ്ങിയിട്ടുണ്ടാവും. അദ്ദേഹം നേരത്തെ എഴുന്നേക്കും. നേരത്തെ എഴുന്നേറ്റിട്ട് കുളിച്ച് ഭസ്മൊക്കെ തൊട്ട് പൂജാമുറി പ്രാർത്ഥനയൊക്കെ ആയിരിക്കും. അവിടെ കുറെ ദൈവത്തിന്റെ പടമൊക്കെ വെച്ച് പ്രാർത്ഥനയായിരിക്കും. അപ്പൊ സത്യൻ അന്തിക്കാട് പലപ്പോഴും പുതപ്പിന്റെ അടിയിൽ ഉറക്കം നടിച്ച് കിടന്ന് ഇദ്ദേഹം പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. മിക്കവാറും ദൈവത്തിനോട് ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയൊക്കെ പൂട്ടി ആ താക്കോല് പോക്കറ്റിൽ ഇട്ടിട്ടാണ് പോവുക. എന്നിട്ട് പോകുന്നതിന് മുമ്പ് സത്യൻ അന്തിക്കാടിനോട് പറയും, റൂമിന്റെ കീ റിസപ്ഷനിസ്റ്റിന് കൊടുക്കാൻ മറക്കരുത് എന്ന് പറയും. അത് എല്ലാം ആംഗ്യ ഭാഷയിലാണ്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല കത്തുകൾ വരും. ഈ സെൽവരാജിന് കത്ത് വരും. അപ്പോൾ ഒരു ദിവസം ഈ കത്ത് റൂമിന്റെ മാനേജർ സത്യൻ അന്തിക്കാടിനാണ് കൊടുത്തത്. സത്യൻ അന്തിക്കാട് ആ കത്ത് സെൽവരാജ് ഒരു ദിവസം നേരത്തെ എത്തി സത്യൻ അന്തിക്കാട്. അപ്പോൾ ഈ പറഞ്ഞ സെൽവരാജിന് കത്ത് കൊടുത്തു. അപ്പൊ ഇംഗ്ലണ്ടാണ്. അപ്പൊ പറഞ്ഞു ഭാര്യയാണ് കത്ത് അയച്ചിരിക്കുന്നതെന്ന്. അതും ആംഗ്യ ഭാഷയിലൂടെ പറഞ്ഞു. അത് കഴിഞ്ഞ് കത്ത് വരുന്ന സമയങ്ങളിൽ അദ്ദേഹം ഈ പെട്ടിയിലിരിക്കുന്ന പൈസയൊക്കെ എണ്ണി കൊണ്ട് മണി ഓർഡർ അയക്കാനൊക്കെ പോകും. അപ്പൊ അദ്ദേഹം ഒരു പ്രാരബ്ധക്കാരനാണ്. പക്ഷെ ഇവർ തമ്മിൽ അങ്ങനെ വേറെ വർത്താനവും കാര്യങ്ങളും ഇല്ല. അങ്ങനെ ഒരു ദിവസം സത്യൻ അന്തിക്കാട് നേരത്തെ വീട്ടിലെത്തി ഇതുപോലെ. അതായത് അദ്ദേഹം പുറത്തുനിന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ സ്ഥലത്തില്ല. അപ്പൊ അദ്ദേഹം പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് നേരത്തെ വീട്ടിലെത്തി. അപ്പോൾ ഈ സെൽവരാജ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ സെൽവരാജ് സത്യൻ അന്തിക്കാട് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ചമ്മൽ പോലെയൊക്കെ, ഒന്നും മിണ്ടിയില്ല. സത്യൻ അന്തിക്കാട് കിടന്നുറങ്ങി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഉറക്കത്തിന് എഴുന്നേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ റൂമിൽ ചെറിയ വെളിച്ചമുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്, പുറത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു വെളിച്ചമാണ്. അപ്പോൾ ഇദ്ദേഹം ബിരിയാണി കഴിക്കുകയാണ് സെൽവരാജ് വന്നിട്ട്. അപ്പോൾ സത്യൻ അന്തിക്കാട് അറിയാതെ ലൈറ്റ് ഇടാതെ ഇരുന്ന് ബിരിയാണി കഴിക്കുകയാണ്. അപ്പോൾ എങ്ങാനും സത്യൻ അന്തിക്കാടിനോട് വേണമെന്നൊക്കെ ചോദിക്കേണ്ടി വന്നാലോ, അല്ല അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ വിചാരിക്കുന്നത് വെച്ചിട്ടായിരുന്നു അദ്ദേഹം ബിരിയാണിയൊക്കെ കഴിച്ച് അതിന്റെ പാക്കറ്റൊക്കെ ബാഗിലൊക്കെ വെച്ച് ഒന്നും അറിയാത്ത പോലെ ഇരുന്നത്. പക്ഷെ സത്യൻ അന്തിക്കാടിന് മനസ്സിലായി അദ്ദേഹം എന്താ ഇനി ബിരിയാണി ഷെയർ ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാതിരുന്നത്. എന്തായാലും 2 ദിവസം കഴിഞ്ഞപ്പോൾ സത്യൻ അന്തിക്കാട് മറ്റൊരു റൂം കണ്ടെത്തി. എന്നിട്ട് മറ്റൊരു റൂം വേറൊരു ലോഡ്ജിൽ വേറെ റൂം കണ്ടെത്തിയിട്ട് ഈ സെൽവരാജിനോട് പറഞ്ഞു, ഞാൻ പോവാണ്, നമുക്ക് ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം എന്ന് അറിയാവുന്ന ഒരു തമിഴും ആംഗ്യ ഭാഷയിലൊക്കെ വെച്ച് പറഞ്ഞു. അപ്പൊ സെൽവരാജിന്റെ മുഖത്ത് ഒരു വിഷമകാലം, ഇനിയിപ്പോൾ റൂം ഷെയർ ചെയ്യാൻ വേറെ ആളെ കണ്ടുപിടിക്കണം. എന്തായാലും സത്യൻ അന്തിക്കാട് പിന്നീട് ആ സെൽവരാജിനെ കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ആംഗ്യ ഭാഷയിൽ ഞങ്ങൾ കുറെ മാസങ്ങൾ ഒരുമിച്ച് റൂമിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട്
കുറേ വർഷങ്ങളോ എന്തോ കഴിഞ്ഞിട്ട് അദ്ദേഹം അതുവഴി പോയപ്പോൾ ആ ലോഡ്ജ് ഉണ്ട്, ലോഡ്ജിൽ കയറിയപ്പോൾ വേറൊരു റിസപ്ഷനിസ്റ്റ് ആണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സെൽവരാജ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ താമസമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെൽവരാജ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടുമായിരിക്കും. പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. സത്യൻ അന്തിക്കാട് അന്ന് വെറും അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അദ്ദേഹം ഗാനരചയിതാവായതും സംവിധായകനായതും ഒക്കെ. പക്ഷെ പിന്നീട് സെൽവരാജ് എന്ന് പറഞ്ഞൊരു വ്യക്തിനെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ആംഗ്യ ഭാഷയിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഈ പറയുന്ന മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടായിട്ട് വിദേശത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഇവരുടെ ഒരു ക്രൂവിന്റെ കൂടെ ലൊക്കേഷനിൽ മ്യൂസിക് ഡയറക്ടർ ശ്യാമും കൂടി വന്നു. അപ്പൊ മ്യൂസിക് ഡയറക്ടർ ശ്യാം ശരിക്കും അന്ന് ഒരു മ്യൂസിക് ഡയറക്ടർക്ക് ശരിക്കും ലൊക്കേഷനിൽ വരേണ്ട കാര്യമില്ല. പക്ഷെ അദ്ദേഹം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വന്നാണ്. അപ്പൊ ഇവരുടെ കൂടെ അന്ന് വന്ന് ലണ്ടനിലൊക്കെ വന്ന ശേഷം അവിടുന്ന് അദ്ദേഹം കുറച്ച് ദിവസം പാരീസിലേക്ക് പോയി. ഒരു ടൂറിസ്റ്റ് വിസ എടുത്ത് പാരീസിൽ പോയി 10 ദിവസം പാരീസിൽ നിന്നിട്ട് അദ്ദേഹം തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞ പാരീസ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്യാം എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ട് നമുക്കറിയാം 80s ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ അന്ന് മലയാളത്തിൽ വാങ്ങിയിരുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് വെറുതെ ഒരു പിണക്കം എന്ന് പറയുന്ന മറ്റൊരു സിനിമ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്തത്. അതിന്റെ പ്രൊഡ്യൂസർ റഷീദ് എന്ന് പറഞ്ഞ അന്നത്തെ ഫേമസ് പ്രൊഡ്യൂസറായിരുന്നു. റിയാസ് ഖാന്റെ അച്ഛനാണ്. അപ്പൊ റഷീദും സത്യൻ അന്തിക്കാടും കൂടി ലൊക്കേഷൻ കണ്ടിന് വേണ്ടി പാരീസിൽ പോയി. അപ്പൊ ഇവരുടെ തന്നെ 2 സുഹൃത്തുക്കൾ, മലയാളികളായ 2 സുഹൃത്തുക്കൾ അന്ന് അവരവിടെ സെറ്റിൽഡാണ് പാരീസ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആണ് ഇവർക്ക് മനസ്സിലായത് അവിടെ ഇംഗ്ലീഷ് കൊണ്ട് കാര്യമില്ല, അവിടെ ഈ പറഞ്ഞ ഫ്രഞ്ച് ഭാഷ അറിയണം, അതിൽ മാത്രമേ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇവര് ഇംഗ്ലീഷിലും ഒക്കെ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ഇവര് പല കാര്യങ്ങൾ സംസാരിക്കാൻ നോക്കുന്നു. പക്ഷെ ഇവർക്കൊന്നും പറ്റുന്നില്ല, ഇംഗ്ലീഷ് അറിയില്ല അവിടെ ഉള്ളവർക്ക്. അവസാനം ഈ കൂടെയുള്ള ആ സുഹൃത്തുക്കൾ വഴിയാണൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത്. ഇത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയ ശേഷം ഈ ശ്യാമിനോട് ചോദിച്ചു, ശ്യാമൻ സാറ് എങ്ങനെയാണ് അവിടെ പോയിട്ട് പാരീസിൽ 10 ദിവസം ഫ്രഞ്ച് അറിയാതെ കഴിഞ്ഞെന്ന് വെച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതൊന്നും ഇംഗ്ലീഷ് അറിയാതെ, അല്ലെങ്കിൽ ഇംഗ്ലീഷിനൊന്നും കാര്യമില്ല. അവസാനം ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചിക്കൻ കറി വേണം എന്ന് പറയാൻ അവസാനം കോഴിയുടെ പോലെ കൂവുകയും ആംഗ്യം കാണിക്കേണ്ടിയൊക്കെ വന്നു. അപ്പോൾ സത്യൻ അന്തിക്കാട് പറഞ്ഞത് ശ്യാം എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ സീനിയറാണ്. അദ്ദേഹം അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ച് ആംഗ്യ ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഓർത്തിട്ട് കുറെ ചിരിച്ചു. പക്ഷെ അദ്ദേഹം പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അത് പറഞ്ഞ് പരത്തും, അദ്ദേഹത്തിന് നാട്ടിലുള്ള ഒരു സീരിയസ് ഇമേജിനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ട് അത് പിന്നീട് പറഞ്ഞില്ല. എന്തായാലും ആംഗ്യഭാഷ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ട് ആളുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സത്യൻ അന്തിക്കാട് അദ്ദേഹത്തിന്റെ ഒരു അനുഭവം, ഈ പറയുന്ന ഒരു ശ്യാം എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ അനുഭവം ഒക്കെ ചേർത്തിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പൊ അത് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി.